ഇപ്പൊ എന്നാ പറയുന്നു? അപ്പച്ചനായി, അമ്മച്ചിയായി, ബന്ധുക്കളെല്ലായി. ഞാൻ പറഞ്ഞില്ലായോ എന്റെ മോള് ഭാഗ്യവതിയാണെന്ന്? പക്ഷെ ആരും അങ്ങോട്ട് തുറന്നു പെരുമാറി തുടങ്ങിയിട്ടില്ല. അത് പിന്നെ അങ്ങനല്ലയോ. 1.5 കൊല്ലമായിട്ട് മനസ്സ് സൂക്ഷിച്ചിരുന്ന വാശിയും വൈരാഗ്യമൊക്കെ പെട്ടെന്നങ്ങ് മാറുമെന്ന സമയം എടുക്കത്തില്ലയോ? സത്യത്തിൽ എന്നാ പോക്കൃത്തരവാടി നമ്മൾ കാണിച്ച്. ഒരു ശുദ്ധ ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്ന ഒരു പട്ടത്തിക്കുട്ടിയെ ഒരു നസ്രാണി ചെറുക്കാൻ തട്ടിക്കൊണ്ടുപോവാന്ന് വെച്ചാൽ? തട്ടിക്കൊണ്ടുപോയെന്നല്ലോ, ഇറങ്ങി വന്നല്ലേ. അതെ, പക്ഷെ പുറമേ നിന്ന് ചിന്തിച്ചു നോക്കി, കുടുംബത്തിൽ വന്നത് സഹിക്കാൻ പറ്റൂ? അത് ശരിയാ. എന്നാ വാഴകയാണേലും ഇത്രത്തോളം ആയല്ലോ. ഇനിയാണ് നമ്മൾ യഥാർത്ഥ സന്തോഷത്തോടെയും സുഖത്തോടെയും ജീവിക്കാൻ പോകുന്നത്. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുകയാണ് സരസു. അല്ല, കൂടുകയാണ് മാസ്റ്റേ. എന്നാ പറ്റി? അരി തീർന്നു. ഒരാഴ്ചത്തേക്ക് കണക്കാക്കിക്കൊണ്ടുവന്ന മുളക് സാധനങ്ങളെല്ലാം ഒരു നേരം കൊണ്ട് കാലിയായി. അംഗസംഖ്യ കുറഞ്ഞൊരു കുടുംബമാണെന്ന് പറഞ്ഞിട്ടാണ് ഈനാശുപത്രി എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഇവിടെ ഇപ്പൊ ഓരോ നേരവും സദ്യ ഒരുക്കേണ്ട ഗതികേടാണ് താഴെ. 2-3 ദിവസത്തെ കാര്യമല്ലോ കുട്ടാ, അത് കഴിഞ്ഞവർക്ക് പോകത്തില്ലായോ? മട്ടും പാവം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഇല്ലെങ്കിൽ വേണ്ട, അന്യരൊന്നും അല്ലല്ലോ, ഞങ്ങളുടെ വീട്ടുകാരല്ലേ. അതെ, പക്ഷെ 100 ആളും 100 പണി ഒരേ സമയത്ത് പറഞ്ഞ എല്ലാ സ്ഥലത്തും പ്രത്യക്ഷപ്പെടാൻ എനിക്ക് ദിവ്യശക്തി ഒന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്നാ വേണ്ടേ? അരിയും സാധനവും എടുക്ക, സഞ്ചോ ചാക്കോ എന്താ വെച്ചാല് ഓ വാങ്ങിട്ട് ബാക്കി അരി. नमस्ते सुमहामाये की भीड़े सुरपूजिते शंख चक्र गदागस्ते महालक्ष्मी नमोस्तुते नमस्ते गरुडारूढे लोलासुरभयङ्करी सर्वपापहरे देवी महालक्ष्मी नमोस्तुते सर्वज्ञे सर्वज्ञे सर्ववरदे കുട്ടിയെ അവര് പൂജയും മന്ത്രവും ഒക്കെ തുടങ്ങി. എന്റെ ഈശോ, ഇനിയിപ്പോ എന്നാ ചെയ്യും? എന്നാ ചെയ്യാനാ, നമുക്ക് നമ്മുടെ പ്രാർത്ഥന सदा देवी लक्ष्मी नमोस्तुते आद्यन्तरगदे देवी आदिशक्तिमयी योगजे योग संभूते महालक्ष्मी नमोस्तुते वेदाम्बरविजयमे दैवतिं स्नेहं यत्र मनोहरमे പദ്മാലടങ്ങാൻ സമാനമായി സന്തതം കാണുന്നു ഞാൻ. പരമേശി ദൈവമേ മഹാസ്നേഹമദംബിരമാറിയ ജഗത്തിലെ അപ്പൊ തന്നെ എവിടെ നിൽക്കുന്നത്? നിന്നെ കാണാൻ തന്നെ. വീട്ടിൽ വെച്ച് കാണാനും സൗകര്യമായിട്ട് സംസാരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ? നിന്റെ ഭാര്യ വീട്ടുകാരുടെ കണ്ണില്ലേ ഞങ്ങളൊക്കെ ഒരു 7ാം കൂലികളാണല്ലോ. അങ്ങനൊന്നും ഇല്ല അപ്പച്ച. അല്ല, എനിക്കറിയാം, നിന്നെക്കാൾ കൂടുതൽ ലോകം കണ്ടിട്ടുള്ളവരാണല്ലോ. ഏതായാലും നിന്റെ വാശി ജയിച്ചു. നീ വിചാരിച്ചൊക്കെ നടന്നല്ലോ. അപ്പച്ചൻ തോറ്റു എന്ന് തന്നെ കരുതിക്കോ, അല്ലെങ്കിൽ നാണമില്ല അതിന്റെ പടികേറി വരത്തില്ലല്ലോ. അപ്പച്ചൻ എന്നാ ഉദ്ദേശിച്ചായി പറയുന്നത്? ഇപ്പൊ തന്നെ നിന്റെ അമ്മച്ചിയെ ഓർത്തിട്ടാ ഞാൻ നിന്റെ വീട്ടിൽ വന്നത്. അവളൊരു ഹൃദ്രോഗിയായി പോയില്ലേ. അമ്മച്ചിക്ക് ഹൃദ്രോഗോ? വടിയാ. എത്ര ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ട് അമ്മച്ചിക്ക് വെറും ഗ്യാസിന്റെ ഉപദ്രവമാണെന്ന്. ഗ്യാസ് തന്നെ, പക്ഷെ അതിൽ നിന്ന് ഹൃദ്രോഗം ഉണ്ടായി കൂടുന്നില്ല. മനസ്സിന് വിഷമം തട്ടാൻ നോക്കണ്ടേ നമ്മളൊക്കെ അല്ലേ. ഏതായാലും ഞാൻ തിരിച്ചു പോവുകയാ. പോകുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കണ്ടുകളയാന്ന് വിചാരിച്ചു, അത്ര തന്നെ. 2 ദിവസം കഴിഞ്ഞിട്ട് പോവാം അപ്പച്ച. വേണ്ട വേണ്ട വേണ്ട, നീയും നിന്റെ ഭാര്യ വീട്ടുകാരുമായിട്ട് സ്വൈരമായിട്ടും കഴിഞ്ഞോണ്ടാ മതി. ഉണ്ടല്ലോ 4 മുഴ നാക്കുമായിട്ടൊരു തള്ളച്ചിയും കൂടെ കുറെ എണ്ണവും. നിന്റെ ഭാര്യയ്ക്കും അവരോടൊക്കെ തന്നെയാ വലിയ കാര്യം. അപ്പച്ച അപ്പച്ച ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല. അവളൊരു സാധുവാ. നിങ്ങളോടൊക്കെ എങ്ങനെ പെരുമാറണമെന്ന് അറിഞ്ഞൂടാ. ഏതാ പേടിയുണ്ടാ? പേടിയും ധിക്കാരും ഒക്കെ എനിക്ക് തിരിച്ചറിയാം. നിന്റെ അമ്മച്ചിക്ക് നിന്നോടുകൂടി താമസിച്ചുള്ള പൂലി മതിയാകുമ്പോ ഒരു ബസ് കയറ്റി അങ്ങ് അയച്ചേരെ.
പിന്നെ നിനക്കപ്പച്ചനെ കാണണം തോന്നുമ്പോ അങ്ങോട്ട് വരാം. ആ വീടിന്റെ വാതിൽ ഒരിക്കൽ നിന്റെ മുമ്പ് ഞാൻ കൊട്ടി അടച്ചടാ. പക്ഷേ എന്റെ മനസ്സ് വലുതായത് കൊണ്ട് ഞാനത് ഇപ്പൊ തുറന്നിട്ടിരിക്കുക. എന്നാ ഞാൻ ബസ് സ്റ്റാൻഡിൽ വരാം. വേണ്ട വേണ്ട, ബസ് സ്റ്റാൻഡ് എനിക്കറിയാം. ബസ് കണ്ടാ തിരിച്ചറിയുകയും ചെയ്യാം. തൽക്കാലം നിന്റെ സഹായം ആവശ്യമില്ല. എന്റെ ഈശോ ഏത് എന്നാകോലമാണെന്നേ, അങ്ങ് ഉണങ്ങിപ്പോയല്ലോ. ഉണങ്ങ്. ആ വേലക്കാരി പെണ്ണൊന്നും വെച്ചിരുന്നില്ലേ? നിക്ക് 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 നിക്ക്. നീ ഇന്നെന്താ എത്ര സ്നേഹനോട് കാണിക്കണേ? എനിക്ക് സ്നേഹം ഉണ്ടായിട്ട് അല്ല, എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഓ പിന്നെ വാ. അവര് കാണാനാവൂല്ലേ? അമ്മ്യാരെ, എന്നെ പുരിഞ്ചാച്ചോ ആവോ, ഞാൻ ഈനാശു. അന്ന് വീട്ടിൽ വന്നാച്ചു. ഇച്ചായോ? ഇച്ചാന് തമിഴൊക്കെ അറിയാവോ? തമിഴല്ല, എന്ത് വേണമെങ്കിലും പറയാം. അല്ല, ഇത് ആരീനാച്ചുവോ? ആ അതെ. അല്ല, നീ വന്നിട്ടുണ്ടോ? കഥാപാത്രങ്ങൾ ഒരുപാട് പേരുണ്ടല്ലോ ഇവിടെ. ദാ കരച്ചില് കേട്ടില്ലേ? ആ കുരിശ് പോയില്ലല്ലേ? അളിയൻ എന്നാ വിചാരിച്ചേ? അപ്പച്ചൻ വന്നിരുന്നു, സരസുവിന്റെ അച്ഛൻ വന്നിരുന്നു, അവരെല്ലാം എന്നങ്ങോട്ട് പോയുള്ളൂ. ആ, അപ്പൊ നമ്മള് പുറത്തായിന്ന് പറ. ആ, അളിയൻ അവിടെ പുറത്താവാനാ, ഇങ്ങോട്ട് വാ. എടാ, നിന്റെ കുടുംബത്ത് ആദ്യം കേറിയ ബന്ധു ഞാനാട്ടോ. ആ ഒരു ബഹുമാനം മരിക്കുന്നത് വരെ നീ എനിക്ക് തരണം. ഒന്നോർത്താല് അളിയൻ പറഞ്ഞത് നേരാ. ഒരു കുഞ്ഞ് ജനിക്കുന്നവരേ ഉള്ളൂ ഈ വാശിയും വൈരാഗ്യമൊക്കെ. അല്ലെങ്കിൽ പിന്നെ റേഷൻ കാർഡിൽ നിന്ന് ഒരു പേര് വെട്ടി അപ്പച്ചനൂടെ കാല് കുത്തുവോ? അത് പിന്നെ എന്റെ ഒറ്റ ഒരുത്തിയുടെ നിർബന്ധം കൊണ്ടാ. പക്ഷെ കൊച്ചുമോളെ കണ്ടപ്പോ അത് ഞാൻ അങ്ങ് വീണുപോയി. ആ, എന്നിട്ട് മോളെവിടെ? ഉറങ്ങ്. ദേ കുളിക്കാൻ വെള്ളം ചൂടാക്കട്ടെ? വേണ്ട വേണ്ട, എനിക്ക് ഇപ്പൊ തന്നെ പോണം. ഈ നേരത്തോടെ എന്നാ കാര്യ? എത്ര നേരമായാലും എനിക്ക് ഇന്ന് എന്നെ തൃശ്ശൂർ എത്തണം. നാളെ കാലത്ത് കണ്ണൂർക്ക് പോണ്ടതാ. ഞങ്ങളൊക്കെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൽപ്പെട്ടവരാണേ. ഹായ്, എന്തോ തനിക്കിപ്പോ ഒരു പോസ്? അപ്പത്തിരി പോസിലാ. ഇഷ്ടംപോലെ പണി, വീട് നിറയെ നാനാജാതി ആൾക്കാരും. പിന്നെ എനിക്ക് എന്താ അവിടെ ഒരു കുറവ്? ആ, അപ്പോഴേ ഇനി ഇവിടെ നമ്മുടെ ആവശ്യമില്ല, നീ കൂടെ പോര്. ഇതെന്നാ വർത്താനായി പറയുന്നേ? ഞാൻ ആ കൊച്ചിനെ കണ്ട് കൊതി തീർന്നിട്ടില്ല. ഞാൻ പോണോടാ തോമസൂട്ടി. എന്നാതിനാ? കണ്ടോ, അവൻ സമ്മതിക്കത്തില്ല. തോമസ് കുട്ടി, കാര്യം നിന്റെ പെങ്ങളാണെങ്കിലും ഇവളാളൊരു പാവം മൂർഖം പാമ്പാ. ഒന്നും അറിയാത്ത എന്റെ അമ്മയെ പുഷ്പം പോലെ പൊക്കി പുറത്തേക്ക് ഇട്ടോളാ ഈ പുണ്യാളത്തി. ഓ പിന്നെ അമ്മായിമ്മ പോരുകൊണ്ട് പോർന്നു മുട്ടിട്ടാണെന്ന് പറ. എന്തായാലും എന്റെ അമ്മയെ പുറത്തേക്ക് ചാടിച്ചു തന്നല്ലോ. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ നിന്നാ നിനക്ക് നല്ലത്. ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാ. എന്നാ ഊണ് കഴിച്ചിട്ട് പോവാം. വേണ്ട, എനിക്ക് 1-2 കടയിലും കൂടെ ചരക്ക് ഇറക്കാനുണ്ട്. ഏതായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിലേ വരണതല്ലേ, അപ്പൊ വരാം. ഉണ്ടിട്ട് പോകാൻ വേണ്ട അമ്മച്ചി. എടാ കുഞ്ഞു കരയുന്ന അങ്ങോട്ടല്ലേ? ശരിയല്ലോ. ആ, നീ വന്നേ. നിനക്ക് കാശ് വല്ലതും വേണം? എന്നാത്തിനാ? അത് കൊള്ളാം, എന്റെ തോമസ് കുട്ടിയില്ലേ ഇവിടെ? പിന്നെ ആ അമ്മ്യാർക്ക് ഒരു എല്ല് കൂടുതലാ. അവരോട് കുറച്ച് മയത്തി പെരുമാറുന്നത് നിനക്കും അവർക്കും നല്ലതാ. അത് പിന്നെ എനിക്ക് അറിയത്തില്ലയോ? അത് നിന്നേക്കാൾ മുമ്പ് എനിക്കറിയാം, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ.